നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രമേഹത്തെ തോൽപ്പിക്കുക, ഹൃദയാഘാതം പ്രതിരോധിക്കുക തുടങ്ങിയ നിരവധി ആരോഗ്യ ക്യാമ്പയിനുകളിലൂടെ ശ്രദ്ധേയരായ ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ USVയുടെ സാമൂഹിക ഉത്തരവാദിത്തം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള സംരംഭമാണ് ഇന്നത്തെ എപ്പിസോഡ്. പ്രമേഹപൂർവ്വ അവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. രാജ്യത്ത് തന്നെ 5-ൽ-1 പ്രീ ഡയബറ്റിക് ആണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രീ ഡയബറ്റിസ് എന്താണ്, തുടക്കത്തിൽ എങ്ങനെ തിരിച്ചറിയാം, അപകട സാധ്യതകൾ എന്തെല്ലാമാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വിശദമായി നമ്മളോട് സംസാരിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രിനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഷ്മ, തിരുവനന്തപുരം നിംസ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ്, NS മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ സിഞ്ചു ശങ്കർ എന്നിവരാണ്. 3 ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ ലക്ഷ്മി മാം, നമുക്ക് തുടങ്ങാമെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട്. ഈ അസുഖമുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷേ പ്രീ ഡയബറ്റിസ് എന്ന അവസ്ഥയെക്കുറിച്ച് പലർക്കും അറിയില്ല. എന്താണ് ഈ അവസ്ഥ? സോ പ്രീ ഡയബറ്റിസ് എന്ന് പറയുമ്പോഴത്തേനും ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിസിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിസ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കുമ്പോഴത്തേനും അത് നോർമൽ ആൾക്കാരെക്കാളും കുറച്ച് കൂടിയിരിക്കും. എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെക്കാളും ഈ പഞ്ചസാരയുടെ അളവ് കുറവുമായിരിക്കും. അപ്പൊ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരാള് പ്രീ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ അയാൾക്ക് 2 തരത്തിലുള്ള ഫ്യൂച്ചറാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളത് നേരത്തെ തിരിച്ചറിഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിലേക്ക് വരാം. എന്നാൽ നമ്മളത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും വേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡയബറ്റിക് രോഗിയായി മാറിയേക്കും. അപ്പോൾ ഒരാൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ അതാണ് അയാളുടെ ബെസ്റ്റ് ചാൻസ് ടു ബീറ്റ് ഡയബറ്റിസ് ഓർ നോട്ട് ടു ബിക്കം എ ഡയബറ്റിക്. ഡോക്ടർ രേഷ്മ, നമുക്കറിയാം പ്രമേഹം പോലും ആളുകൾ തിരിച്ചറിയുന്നത് ഒരുപാട് വൈകിയാണ്. ഇപ്പോൾ നമുക്ക് കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള കുട്ടികൾ പോലുമുണ്ട്. ചെറുപ്പക്കാരിലും പ്രമേഹ രോഗികൾ ഒരുപാടുണ്ട്. അപ്പോൾ പലരും ഈ അസുഖം കൃത്യസമയത്ത് പ്രമേഹം തിരിച്ചറിയാറ് പോലുമില്ല. അപ്പോൾ ഈ പ്രീ ഡയബറ്റിസ് എന്ന അവസ്ഥ എങ്ങനെ തിരിച്ചറിയും? അതും നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ഈ അസുഖത്തിൻ്റെ ഭീഷണിയിലാണ് എന്നിരിക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം കൂടുതൽ അപകടകാരിയാകുന്നത്. അതായത് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് കുറച്ച് ലക്ഷണങ്ങൾ കാണാം, പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടുതലായിട്ടും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് നമുക്കറിയാം അവരുടെ അവയവങ്ങൾ, അതായത് വൃക്ക, കണ്ണ്, ഞരമ്പ് ഇതിനെയൊക്കെ ബാധിക്കാം. അപ്പൊ പ്രീ ഡയബറ്റീസിൽ തന്നെ ഇതിനെ ബാധിക്കുന്ന ആ ഒരു സാഹചര്യം തുടങ്ങുന്നതാണ്. അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം ഇതൊരു അപകടകരമായ അവസ്ഥയല്ല എന്നുള്ളതല്ല. അപ്പൊ പ്രീ ഡയബറ്റീസും ഡയബറ്റീസിനെ പോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ സിഞ്ചു മാം, നമ്മൾ പുതിയ കാലത്ത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പ്രമേഹ രോഗം കൂടി വരുന്നു എന്നുള്ളതാണ്. പലരും തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ജീവിതശൈലി ജങ്ക് ഫുഡിനോട് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ നമ്മൾ കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എങ്ങനെയാണത് മനസ്സിലാക്കുക? ആക്ച്വലി ഇപ്പോ ഈ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രവണത ഈ അതായത് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് കുട്ടികളിൽ തന്നെ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പൊണ്ണത്തടി, ഈ പിള്ളേരിലുള്ള പൊണ്ണത്തടി, പിന്നെ അവരുടെ ആ ഒരു ജീവിതശൈലി. അതായത് ഇപ്പോ കുറച്ചുകൂടെ പിള്ളേര് ഇനാക്റ്റീവ് ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഗാഡ്ജറ്റ്സ്, TV സ്ക്രീൻ, ഇതിലൊക്കെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അത് കാരണം അവരുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തുപോയി കളിക്കുക, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇത് കൂടി വരുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടൊരു സംഭവമാണ്. സോ അപ്പൊ അതിന് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു അവരിലൊരു ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് ഈ അവരെ കൂടുതൽ ഈ സ്ക്രീൻ ടൈം ഒക്കെ ഒഴിവാക്കി അവരെ കുറച്ചും കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഫുഡിന്റെ രീതികളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളത് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഷുഗർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ പ്രമേഹം പോലൊരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കണ്ടെത്തുമ്പോൾ നമ്മൾ കുട്ടികളെ ഏത് തരത്തിലാണ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക? നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈലില്, ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം.
അതായത് കൂടുതൽ ഈ ജങ്ക് ഫുഡ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കുറച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ മാത്രമല്ല അവരിൽ കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പറയാം. അതായത് ഈ സ്പോർട്സ് ഒക്കെ അവര് ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയ ചെറിയ വ്യായാമങ്ങളിലൊക്കെ അവരുടെ റുട്ടീനിൽ കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ തന്നെ കുറച്ച് ഒരു മാറ്റം വരും. പക്ഷെ നമ്മള് ഷുഗർ എന്ന് പറഞ്ഞൊരു ലെവലിലോട്ട് പോയാൽ അവർക്ക് ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യം വരും. സോ അതുകൊണ്ട് ഈ പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ നമ്മളത് എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഡയബറ്റിസ് സ്റ്റേജിലോട്ട് പോവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ജീവിതശൈലിയിലുള്ള മാറ്റവും വ്യായാമം കൊണ്ടുവരിക, ഫുഡിലുള്ള മോഡിഫിക്കേഷൻ, ഇതൊക്കെയാണ്. നമ്മള് പേരൻസും ഒക്കെ അതിൽ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് നിന്നാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. വ്യക്തമാണ്. ഡോക്ടർ ലക്ഷ്മി മാം, നമ്മൾ കാണാറുണ്ട് ചില നന്നായി മെലിഞ്ഞ ആളുകൾക്കും ബ്ലഡ് ഷുഗർ വലിയ ഉയർന്ന ലെവൽ ഷുഗർ ലെവൽ കൂടുതലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഡോക്ടറെ, ശരീരഭാരം കൃത്യമായി സൂക്ഷിക്കുന്ന ആളുകൾക്കും പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലാണോ? എങ്ങനെയാണിത്? ഇതെങ്ങനെയാണെന്ന് വിശദമാക്കാം. നോർമൽ BMI ഉള്ള ആൾക്കാരിലും പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിസ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ചില ഫാക്ടേഴ്സ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകര്, നിങ്ങൾക്ക് നോർമൽ BMI ആണെങ്കിൽ പോലും നിങ്ങളുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള വണ്ണം, അതായത് വേസ്റ്റ് സർക്കംഫറൻസ് ഒരു ടേപ്പ് വെച്ച് മെഷർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം പുരുഷന്മാരില് ഇത് 90 സെന്റിമീറ്ററിൽ താഴെയും സ്ത്രീകളില് ഒരു 80 സെന്റിമീറ്ററിന് താഴെയുമാണ് ഈ വേസ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ അരക്കെട്ടിന് ചുറ്റുമുള്ള വണ്ണം വരേണ്ടത്. ഇപ്പൊ നമ്മൾ കാർട്ടൂണുകളിൽ തന്നെ മലയാളികളെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മെലിഞ്ഞ ഒരു ശരീരപ്രകൃതി ആയിരിക്കും, പക്ഷെ വയറ്റിന്റെ അവിടെ ഒരു ചെറിയൊരു കുടവയറ് കാണാം. അപ്പൊ എന്താണ് ഈ ഒരു വേസ്റ്റ് സർക്കംഫറൻസ്, അരക്കെട്ടിന്റെ വണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മുടെ വയറ്റിനകത്തുള്ള ഈ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു. ഇതിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഒബേസിറ്റി എന്ന് പറയുന്നത്. ഈ വിസറൽ ഒബേസിറ്റി ആണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിനെ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്നത്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് പിന്നീട് ഭാവിയിൽ പ്രീ ഡയബറ്റിസ് ആയി മാറുന്നു, ഡയബറ്റിസ് ആയി മാറുന്നു, ഫാറ്റി ലിവറായി മാറുന്നു, PCOD പോലുള്ള ജീവിതശൈലി പ്രശ്നങ്ങൾ വരുന്നു, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ഉത്ഭവം എന്ന് പറയുന്നത് ഈ വയറ്റിന് അകത്ത് ഈ വരുന്ന കൊഴുപ്പ് അഥവാ വിസറൽ ഒബേസിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഡയബറ്റിസ് വരില്ല എന്നില്ല. നമ്മുടെ ഈ അരക്കെട്ടിന് ചുറ്റുമുള്ള വണ്ണം കൂടുതലാണ്, നമുക്ക് വിസറൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ ഡയബറ്റിസ് വരാനും പ്രീ ഡയബറ്റിസ് ഒക്കെ കണ്ടീഷൻസ് കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ രേഷ്മ, അതോടൊപ്പം തന്നെ കൃത്യമായ ജിമ്മിലൊക്കെ പോകുന്ന, ശരീരം വളരെ ഫിറ്റായി സൂക്ഷിക്കുന്ന ആളുകൾ, കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക, ജീവിതശൈലിയെല്ലാം വളരെ കൃത്യമായി പിന്തുടരുന്ന ആളുകളിലും പ്രമേഹവും പ്രമേഹപൂർവ്വ അവസ്ഥയും ഒക്കെ കണ്ടുവരുന്നു. ഡോക്ടർ, അപ്പോൾ ഈ ഭക്ഷണശീലങ്ങളും വ്യായാമശീലങ്ങളും ജീവിതശൈലിയും ഒന്നുമല്ലാതെ തന്നെ നമ്മുടെ ഉറക്കമോ നമ്മുടെ മാനസിക സമ്മർദ്ദമോ ഒക്കെ പ്രമേഹത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോ കണ്ടുവരുന്നത് മിക്ക ആൾക്കാർക്കും ജോലിഭാരം കൂടുതലും രാത്രിയിലുള്ള ഉറക്കം കുറവുമാണ്. ജോലിഭാരം കൂടുതലായതുകൊണ്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സ് ഉപയോഗം കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കം കുറയുന്നു, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഒരു ഹോർമോൺ കോർട്ടിസോൾ എന്ന ഒരു ഹോർമോണിന്റെ അളവ് കൂടാം. അപ്പോൾ അത് ഒരു റീസൺ ആണ് ഫോർ പ്രീ ഡയബറ്റീസ്. അപ്പം ഈ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കുറയുമ്പോഴൊക്കെ ഈ ഹോർമോൺ കൂടാം. അത് കാരണം തന്നെ നമ്മുടെ പഞ്ചസാര, രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഇത്തിരി കൂടാം. അത് പറഞ്ഞ് എല്ലാവരും നമ്മുടെ അവരവരുടെ കോർട്ടിസോൾ നോക്കിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ കുറച്ച് OP-യിൽ ഇരിക്കുമ്പോൾ പേഷ്യൻസ് അങ്ങനെ കൊണ്ട് കാണിക്കാറുണ്ട്, എന്റെ കോർട്ടിസോൾ ഇത്രയാണ്, എന്റെ സ്ട്രെസ് ലെവൽ. അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. അത് ഒരു ഹോർമോൺ ആണ്, ഹോർമോണിന് അതിനായ രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. പക്ഷെ ഒരു കാരണം, നമ്മുടെ സ്ട്രെസ് കൂടുന്നു, നമ്മുടെ ഉറക്കം കുറയുന്നു, ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ കാരണം ഇങ്ങനത്തെ പല ഹോർമോണുകളും ഉണ്ട്. അതിൽ പ്രധാനമായും ഒരു ഹോർമോൺ കോർട്ടിസോൾ ആണെന്ന് പറയാം. ഡോക്ടർ സിഞ്ചു മാം, വളരെ ഫിറ്റാണ് നമ്മളെന്ന് കരുതുന്നുണ്ടെങ്കിലും നമ്മൾ ഈ രക്തപരിശോധനകളൊക്കെ എപ്പോഴൊക്കെ നടത്തണം, എത്ര ഇടവേളകൾ നടത്തണം, പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിസ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ആ അസുഖം ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല.
നമുക്കിപ്പോ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ഓൾറെഡി 30 വയസ്സിന് മേളിലാണ്, നമുക്ക് ഒരു പൊണ്ണത്തടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സെഡൻഡറി ആണ്, അതായത് സ്ക്രീൻ ടൈം കൂടുതലാണ്. ഇപ്പം ഓഫീസ് ജോബ്സ് ചെയ്യുന്നവരാണെങ്കിലും അവര് ചിലപ്പോ അവർക്ക് സ്ക്രീൻ ടൈം, അവർക്ക് ഈ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. സോ ഇവർക്കൊക്കെ എന്തായാലും നമ്മൾ ഒരു സ്ക്രീനിങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അബവ് 30 years ആണ്, ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനമ്മ വീട്ടിലുള്ള ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഫീമെയിൽസിന്, അതായത് ഈ PCOD അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ അവർക്കും ഈ പ്രീ ഡയബറ്റിസ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയൊക്കെ പാസ് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അപ്പൊ അവര് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ അവരൊരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ സിംറ്റംസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഫുള്ളി ഡയബറ്റിക് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് ചിലപ്പം അധികം മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരും, ഇൻസുലിൻ ഇടേണ്ടി വരും, അങ്ങനത്തെ ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ അപ്പൊ നമ്മൾ ഒരു ജസ്റ്റ് ആ ഡയബറ്റിക് ആവുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി മാറ്റിയാൽ തന്നെ നമുക്ക് കുറച്ച് ഉപയോഗമുണ്ട്. സോ അതുകൊണ്ട് വൺസ് ഇൻ എ ഇയർ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അബവ് 30 years. ഡോക്ടർ ലക്ഷ്മി മാം, ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറച്ച് 100-ന് മുകളിലാണ് അല്ലെങ്കിൽ 100-ന് അടുത്താണ് എന്നിരിക്കെങ്കിലും ചില ആളുകളുടെ HbA1c 3 മാസത്തെ ശരാശരി നോക്കുമ്പോൾ അവർക്ക് പ്രീ ഡയബറ്റിസ് സ്റ്റേജിലായിരിക്കില്ല. അപ്പോൾ ഈ അതിരാവിലെയുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ഉയർന്നു നിൽക്കുന്നതും പ്രീ ഡയബറ്റിസ് ആവാനുള്ളൊരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് 3 മാസത്തെ ഷുഗർ ലെവലിന്റെ ആവറേജ്, ഗ്ലൂക്കോസ് ലെവലിന്റെ, രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവലിന്റെ ആവറേജ് നോക്കുന്നതാണ് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് 5.6-ന് താഴെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. 6.5% മുകളിലാണെങ്കിൽ അത് ഡയബറ്റിസ് ആയി. അപ്പൊ ഈ ഒരു 5.6-നും 6.5-നും ഇടയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ബോർഡർ ലൈൻ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ 8 മണിക്കൂറെങ്കിലും ആഹാരം ഒന്നും കഴിക്കാതെ അതിരാവിലെ നമ്മൾ കൊടുക്കുന്ന രക്തസാമ്പിളാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് 100-നും 126 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനും ഇടയ്ക്കാണെങ്കിൽ അതിനെ നമ്മൾ ഇംപയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്ന് പറയും. ഇതും പ്രീ ഡയബറ്റിസിന്റെ ഒരു അവസ്ഥയാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മൾ ഷുഗറിന് പറയുന്ന ഒരു ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യാൻ പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 75 ഗ്രാം ഗ്ലൂക്കോസ് നമ്മളൊരു പാനീയത്തില് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു കുടിക്കാൻ കൊടുത്ത ശേഷം പിന്നെ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അളന്ന് നോക്കാറുണ്ട്. അപ്പൊ ഇത് 200-ന് മേളിലാണെങ്കിലാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. 140-നും 199 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനും ഇടയിൽ ഇത് നിൽക്കുമ്പോഴാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത്. അപ്പൊ ഈ 3 ടെസ്റ്റുകൾക്ക് വച്ചും നമുക്ക് ഈ പ്രീ ഡയബറ്റിസ് എന്നുള്ള അവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വ്യക്തമാണ് ഡോക്ടർ രേഷ്മ. ഇപ്പോൾ നമ്മൾ പ്രീ ഡയബറ്റിസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്തരത്തിലാണ് അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്? വ്യായാമം എത്രത്തോളം സഹായം ചെയ്യും? തീർച്ചയായും ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഈ പ്രീ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥയെ ഡയബറ്റീസ് എന്നുള്ള രോഗാവസ്ഥയിലോട്ട് മാറുന്നതിനെ പ്രതിരോധിക്കാം. ഈ ലളിതമായ രീതികൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ശരീരഭാരം ഒരു 5 മുതൽ 7% വരെ കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രീ ഡയബറ്റീസിൽ നിന്ന് ഡയബറ്റീസിലേക്ക് പോകുന്നത് തടയാം. പിന്നെ ഉള്ളത് വ്യായാമമാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി വലിയ വ്യായാമം അത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് നടക്കാം. നമുക്കൊരു 30 മുതൽ 40 മിനിറ്റ് വരെ എന്നും നടക്കാം. നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടണം, നമുക്ക് കുറച്ച് വിയർക്കണം, ആ രീതിയിലുള്ള നടത്തമാവണം. പിന്നെ ഉള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വരുത്തണം. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രീ ഡയബറ്റീസിലേക്ക് എന്നുള്ള അസുഖത്തിലോട്ട് പോകുന്നത് തടയാം. വ്യക്തമാണ് ഡോക്ടർ. പ്രീ ഡയബറ്റിസ് അഥവാ പ്രമേഹപൂർവ്വ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് വിശദമായ മറുപടി നൽകുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ പാനലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രിനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഷ്മ, തിരുവനന്തപുരം നിംസ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ്, NS മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ഡോക്ടർ സിഞ്ചു ശങ്കർ എന്നിവരാണ്. ഡോക്ടർ സിഞ്ചു, നമുക്കറിയാം പ്രമേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രീ ഡയബറ്റിസ് കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളുടെ ആവശ്യമുണ്ടോ?
ഇപ്പോ രേഷ്മ പറഞ്ഞ പോലെ ഈ ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകും. മെജോറിറ്റി ആൾക്കാർക്കും അത് മാത്രം മതിയാവും. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു ഇപ്പൊ ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ കാണും, പേരൻസിന് ഷുഗർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് PCOD അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണും. സോ അങ്ങനെ പിന്നെ ചിലർക്ക് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെങ്കിലും അവർക്ക് എപ്പോ നോക്കിയാലും ഒരു ബോർഡർ ലൈൻ ഹൈ വാല്യൂസ് തന്നെ ആയിരിക്കും. ഈ ഷുഗറിന്റെ പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഒരു മെഡിസിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ അവരിലും നമുക്ക് ഈ ജീവിതശൈലി മാറ്റങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതിന്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് മെഡിസിൻ വേണമെങ്കിൽ ആ സ്റ്റേജിൽ ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആഡ് ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഷുഗേഴ്സ് പഞ്ചസാരയുടെ അളവൊക്കെ കൊണ്ടുവരാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ ലക്ഷ്മി, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശങ്ക, ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിസ് അവസ്ഥ പ്രമേഹം പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും ആളുകൾ ആഗ്രഹിക്കുന്നത്. എക്സർസൈസ് തീർച്ചയായിട്ടും പ്രീ ഡയബറ്റിക് ടു ഡയബറ്റിക് ആവാതിരിക്കാനുള്ളതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ എക്സ്പെൻസീവായ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു കൂട്ടുകയും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ സ്റ്റെയർസ് കയറുന്നുണ്ട്, പടിക്കെട്ടുകൾ കയറുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യോഗ പോലെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇട്ടിട്ട് നമ്മൾ ഡെയിലി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സസൈസ് ആയിട്ട് നമുക്കത് കൂട്ടാവുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരു 2-3 ദിവസം ചെയ്തിട്ട് നിർത്താനുള്ള കാര്യമല്ല, തുടർച്ചയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ രേഷ്മ, ഇപ്പോൾ നമ്മൾ പ്രമേഹമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭക്ഷണ ക്രമീകരണം ഏത് തരത്തിലാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിച്ചാലും ഷുഗർ ലെവൽ കുറയാതിരിക്കുന്നത്? ബാലൻസ് ഡയറ്റ്. ഇപ്പൊ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റഫായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു വട്ട പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ നമ്മളുടെ കയ്യിൽ ഒതുങ്ങാവുന്നതിന്റെ ഒരു കൈയിന്റെ 2 ഭാഗങ്ങൾ, അതായത് 2 കൈ ഒതുങ്ങാവുന്ന തരത്തിൽ നമ്മൾ ആ പ്ലേറ്റ് വെജിറ്റബിൾസ് അഥവാ ഫ്രൂട്ട്സ് വെച്ച് ഫില്ല് ചെയ്യാം. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വെജിറ്റബിൾസ് ആയിരിക്കണം? നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഷുഗർ കൂട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളല്ല, നമ്മുടെ വെള്ളം കൂടുതലുള്ള അല്ലെങ്കിൽ പച്ച ഇലക്കറികളാണ് കൂടുതൽ എടുക്കേണ്ടത്. അതേപോലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലും ചിലത്, ഇപ്പൊ ഏത്തപ്പഴം, മാങ്ങ, ചക്ക, ഇതൊക്കെ നമ്മുടെ ഷുഗറിനെ ഒത്തിരി അധികം കൂട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് മിതമായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും കാണാറുണ്ട്, ഈ മാങ്ങ സീസൺ ഒക്കെ ആവുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന എല്ലാ രോഗികളുടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ അൺകൺട്രോൾഡ് ആയിരിക്കും. അപ്പോൾ എല്ലാം മിതമായി, അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പൊ ഒരു വട്ട പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അരഭാഗത്ത് നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ് ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സുകൾ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഫ്രൂട്ട്സ്, ഈ ഫ്രൂട്ട്സും കഴിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീരെ ഒഴിവാക്കണ്ട, 1-2 പീസ് കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ അതേപോലെ പ്ലേറ്റിന്റെ ബാക്കി ഭാഗം എടുത്ത് അതിനെ ഹാഫായിട്ട് വീണ്ടും തിരിക്കണം. അപ്പൊ ഏകദേശം നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു തവി ചോറ്, പിന്നെ ബാക്കി, അപ്പൊ നമ്മളുടെ പ്ലേറ്റിന്റെ 3/4 ഭാഗവും കഴിഞ്ഞു, ഇനി 1/4 ഭാഗം ബാക്കിയുണ്ട്. അപ്പൊ ഇനി ആ 1/4 ഭാഗത്ത് നമ്മൾ പ്രോട്ടീന്റെ സോസ് എന്ന് പറഞ്ഞാൽ മുട്ടയാവാം, ഇറച്ചിയാവാം, മീനാവാം, അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങളാവാം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധികം എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കുക. വേവിച്ച് ജസ്റ്റ് ഉപ്പിട്ട് കഴിക്കണമെന്ന് പറയുന്നില്ല, എന്നാലും അധികം എണ്ണമയം ഇല്ലാത്തതാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ രാവിലെ വൈകുന്നേരം ഓരോ ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ചായയോ, അതായത് ഒരു കാൽഷ്യത്തിന്റെ സോസ് പോലെ ഡയറി പ്രോഡക്ട്സ് നമുക്കത് ഉപയോഗിക്കാം. ഇപ്പൊ പഞ്ചസാര ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ കുറയ്ക്കണം. ഷുഗറോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസോ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കുടുംബത്തിൽ ഒരാൾക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അദ്ദേഹത്തിനും കഴിക്കാൻ കൊതിയുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് എത്തരത്തിലാണ് വേണ്ടത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഇപ്പൊ നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരു ജീവിതശൈലി മാറ്റാൻ ഒരു അഡ്വൈസ് പേഷ്യന്റിന് കൊടുക്കുമ്പോൾ അതിപ്പോ പേഷ്യന്റിന് ഒരു ഫാമിലി സപ്പോർട്ട്, അതായത് കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ഇപ്പൊ അതുപോലത്തെ ജീവിതശൈലിയിലോട്ട് മാറണമെന്നല്ല പറഞ്ഞത്, പക്ഷെ
അവർക്ക് വേണ്ടുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഇപ്പോ കുടുംബത്തിലുള്ള മറ്റുള്ളവരും അതേ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് നല്ലൊരു ജീവിത ശൈലി ഫോളോ ചെയ്യുവാണ്. ഇപ്പം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഇപ്പോ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ബേക്കറി നമ്മുടെ മധുരപലഹാരങ്ങള് അല്ലെങ്കിൽ ഓയിലിൽ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് കുറയ്ക്കാം. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കുറയ്ക്കാം. പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ഒരു ഈവനിങ് ഒരു വാക്കിനൊക്കെ പോവാം, ഒരു അങ്ങനെ. അപ്പൊ അതൊരു ഫാമിലി ടൈമും ആവും. എന്നാൽ ഇങ്ങനത്തെ ഒരു ചിട്ടകളൊക്കെ നമ്മുടെ ലൈഫിൽ ഫാമിലി എല്ലാവരും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ അത് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്ക് കുറച്ചും കൂടെ ഉപയോഗമായിരിക്കും. വ്യക്തമാണ്. ഡോക്ടർ ലക്ഷ്മി മാം, ഇപ്പോൾ വളരെ തിരക്കിട്ട ജോലിയിലുള്ള പ്രൊഫഷണൽസിലായിട്ടുള്ള ആളുകൾക്കായാലും ചെറുപ്പക്കാർക്കായാലും ഇപ്പോൾ അവരുടെ ജോലി രീതി, ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് സ്ട്രെസ്സ് ഉള്ള ജോലി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രീ ഡയബറ്റിസ് അവസ്ഥയിലോ ഡയബറ്റിസ് അവസ്ഥയിലോ ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്തരത്തിലാണ് അവർക്ക് നൽകാവുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ടിപ്സോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ മിക്കവാറും വീട്ടില് ഒരച്ഛൻ ഒരമ്മ കുട്ടികള്, അപ്പൊ അവര് രാവിലെ ആകുമ്പോൾ എണീക്കുന്നു, കുട്ടികളെ റെഡിയാക്കുന്നു, സ്കൂളിൽ കൊണ്ടുവിടുന്നു, അവര് ജോലിക്ക് പോകുന്നു, അവരുടെ ജോലിയുടെ തിരക്കുകൾ, അത് കഴിഞ്ഞ് അവർ കുട്ടികളെ വിളിച്ച് തിരിച്ച് വീട്ടിൽ വരുന്നു, പിന്നെ അന്ന് രാത്രിത്തേക്കുള്ള കാര്യങ്ങൾ, പിന്നെ കിടന്നുറങ്ങാം. അപ്പൊ ഇതാണ് ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു നമ്മുടെ ജീവിതശൈലി. നമുക്ക് തിരക്കാണ്, ജോലി തിരക്കുണ്ട്, ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവരോട് നിങ്ങൾ വ്യായാമം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഇന്ന രീതിയിൽ കഴിക്കണം എന്ന് പറയുമ്പോഴത്തേനും പലർക്കും അത് തന്നെ ഒരു ടെൻഷനായി മാറാറുണ്ട് എന്നുള്ളതാണ് സത്യം. എങ്ങനെയാണ് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുക എന്നുള്ളത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് സിമ്പിൾ ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഒരു ചേഞ്ച് വേണം, പക്ഷെ അത് മൊത്തത്തിൽ മാറ്റണം എന്നല്ല പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ചില ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ഥലം, ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അത് നടന്നു പോകാൻ പറ്റുന്നുള്ള ദൂരത്തിലാണെങ്കിൽ നിങ്ങൾ നടന്നു പോവുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റുന്നുള്ള ദൂരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈക്കിൾ ചവിട്ടി പോവുക. അപ്പൊ അത് തന്നെ ഒരു വ്യായാമമായി. ഇപ്പൊ ഇനി നിങ്ങൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവിടെ ലിഫ്റ്റ് ഉണ്ട്, എലവേറ്റർ ഉണ്ട്, സ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലിഫ്റ്റും എലവേറ്ററും ഉപയോഗിക്കുന്നതിന് പകരം പടിക്കെട്ടുകൾ ചവിട്ടി പോവുക. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു വ്യായാമമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നടന്ന് കോളുകൾ അറ്റൻഡ് ചെയ്യുക. ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം ആ സമയം കൂടെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മസിൽസ് ഒന്ന് ചലിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. പിന്നെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, പല കമ്പനികളിലും ഇപ്പൊ തന്നെ മീറ്റിംഗ്സ് ഒക്കെ ഇരിക്കുന്ന മീറ്റിംഗ്സ് അല്ല, സ്റ്റാൻഡിങ് മീറ്റിംഗ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചില പേശികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എക്സർസൈസ് നമ്മുടെ ലൈഫ് സ്റ്റൈലില്, നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. പിന്നെ ഒന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യമാണ്. അപ്പൊ ഫുഡിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കൂടുതലും ഫാസ്റ്റ് ഫുഡ്, കാരണം നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമില്ല, കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബോഡിയിൽ എത്രത്തോളം ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതുപോലെയാണ് നമ്മൾ കുത്തിയിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരിടത്ത് ഇരിക്കാതെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു അലാം എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എണീക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എണീച്ച് നിൽക്കുക, അറ്റ്ലീസ്റ്റ് ഒരു കവള് വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ അത് തീരെ തിരക്കാണെങ്കിൽ ഒരു 2 മണിക്കൂറിന്റെ ഇടവിട്ടെങ്കിലും ഒരു 5 മിനിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ടെൻഷൻ ഇട്ട് നമ്മൾ ഓടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെൻഷൻസ് എല്ലാം കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നെ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കത് അത്ര നല്ലൊരു ഔട്ട്കം ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടെൻഷനുകൾ ഒന്ന് പറ്റുന്ന പോലെ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങളുടെ ഹെൽത്തും കൂടെ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ശരിയായ അവബോധം, സമയബന്ധിതമായ പരിശോധന, സ്ഥിരമായ ജീവിതശൈലി ക്രമീകരണങ്ങൾ എന്നിവയിലൂടെ രോഗമുക്തമായൊരു ജീവിതം സ്വന്തമാക്കാനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ചർച്ചയിൽ പങ്കെടുത്ത 3 ഡോക്ടർമാർക്കും നന്ദി. USV ഇന്ത്യയുടെ ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള സംരംഭങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.